നമസ്കാരം. തിരുപ്രം കുണ്ട്രത്തിന് നേരെ ഗൂഢാലോചന നടത്തിയ സംഘം ഇതാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒന്നിക്കുന്നു. DMK-യും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDP-യും ഒറ്റ ഫ്രെയിമിൽ വന്നിരിക്കുന്നു. ഒറ്റ ചങ്ങായിമാരായി നിന്നുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ. അവരെല്ലാവരും കൂടെ ഒറ്റ ഫ്രെയിമിലാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ തിരുപ്പുറം കുണ്ട്രത്തിൽ അവിടെ ഹിന്ദുക്കളെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സഹായമാണ് SDP-ക്ക് DMK സർക്കാർ ചെയ്തു കൊടുത്തത്. ഹിന്ദുമതം വൈറസാണെന്നും ഹിന്ദു മതം കൊറോണയെ പോലെയാണെന്നും അതോടൊപ്പം തന്നെ മലേറിയ പോലെയാണെന്നും പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ്റെ പാർട്ടി ഇതാ വീണ്ടും SDP-യോട് യോജിച്ചുകൊണ്ട് ഇലക്ഷനിൽ മത്സരിക്കുന്നു. അതായത് അന്ന് തന്നെ SDP പറഞ്ഞതാണ് തങ്ങളുടെ ചുമലിലേറിക്കൊണ്ടാണ് DMK സർക്കാർ അധികാരത്തിൽ കയറിയത് എന്ന്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഹിന്ദുക്കളെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വീണ്ടും SDP-യുടെ ഗൂഢാലോചനകൾക്ക് പിന്തുണ പകരുവാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോഴുള്ള DMK സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നിരിക്കുന്നത്. അന്ന് കോടതി മാത്രമായിരുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊണ്ടത്. കോടതി പറഞ്ഞു, കോടതി ഇതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചതിന് ശേഷം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ദീപത്തൂണിൽ ഹിന്ദുക്കൾക്ക് ദീപം തെളിയിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിൽ അത്തരത്തിലുള്ള അധികാരം ഹിന്ദുക്കൾക്ക് പകർന്നു നൽകുകയായിരുന്നു. എന്നാൽ അത്തരം ഒരു അവകാശം ഹിന്ദുക്കൾക്ക് കോടതി നൽകിയതിന് ശേഷം പോലും സ്റ്റേറ്റ് പോലീസിൻ്റെ വലിയ പിന്തുണ ഒരു രീതിയിലും ഈ തിരുപ്പുറം കുണ്ട്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹിന്ദുക്കൾക്ക് ലഭ്യമായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് കേന്ദ്രസേനയുടെ സപ്പോർട്ട് വേണ്ടി വന്നു ഹിന്ദുക്കൾക്ക് അവിടെ ചെന്ന് ദീപം തെളിയിക്കുവാനായിട്ട്. അവിടെ ധാർമ്മികമായിട്ടും പൗരാണികമായിട്ടുമുള്ള അവകാശം ഹിന്ദുക്കൾക്കുണ്ടായിട്ട് പോലും അവരെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് അന്ന് സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ അവരാണ് വീണ്ടും ഇതാ ഇലക്ഷനിൽ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ സ്ഥിതിയും വ്യത്യാസമല്ല. നേരത്തെ പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ടുമൊക്കെ ആയിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റും SDP-യുടെ അടുത്ത് പോയെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ സംഘടനയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ വളരെ പരസ്യമായ ധാരണയാണ്. വേങ്ങരയിലായിക്കോട്ടെ, വേങ്ങരയിൽ CPM-ഉമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണമാണ്. CPM-ന് വേണ്ടിയിട്ട് SDP അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന ഘട്ടം പോലും എത്തി വേങ്ങരയിൽ. അതുപോലെ തന്നെയാണ് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെതിരെ SDP-യുടെ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. K. സുരേന്ദ്രനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SDP-യും മുസ്ലിം ലീഗും PDP-യും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സുരേന്ദ്രനെ നേരിടുന്നത്. പക്ഷേ നമുക്കിപ്പോൾ പച്ച വെളിച്ചത്തിൽ വളരെ കൃത്യമായ പകൽ വെളിച്ചത്തിൽ ഇവരെ നേരിട്ട് കാണാൻ പറ്റി. നേരത്തെ നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു SDP എങ്കിൽ ഇപ്പോൾ വളരെ പരസ്യമായിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഭീകരവാദ സംഘടന ഇലക്ഷനിൽ ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാസർഗോഡ് പോലുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. അവിടുന്ന് ISIS റിക്രൂട്ട്മെൻറ്റ് സഹിതം നടന്നിട്ടുള്ള പ്രദേശമാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. അത്തരമൊരു കാസർഗോഡാണ് ഇത്തരത്തിലൊരു ഡീല് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. വളരെ പരസ്യമായിട്ടുള്ള ഒരു ഡീൽ കോൺഗ്രസ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അന്ന് ഈ SDP-യെ പുകഴ്ത്തിക്കൊണ്ട് SDP എന്ന് പറയുന്നത് ഒരു മതേതര സംഘടനയാണെന്ന് പോലും പറയാനിടയായി. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ഇവരെല്ലാവരും ഒരൊറ്റ ചങ്ങാതിയാണ്. ഇവരെല്ലാവരും തന്നെ ഏകോദര സഹോദരന്മാർ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്ര പരസ്യമായി ഇതൊക്കെ പറയുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്തൊരു വിഷമമായിരുന്നെന്നോ മീഡിയ വണ്ണിന്. ഇവരെന്തിനാണ് BJP-യെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, BJP പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരെ, മുസ്ലിം ലീഗിൻ്റെയൊക്കെ സ്ഥാനാർത്ഥിക്ക് നേരെ എന്തിനാണ് ഇവർ ഈ രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നതുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ഒരു വലിയ ചോദ്യമായിരുന്നത് ആ സമയത്ത്. പക്ഷേ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന SDP ആണയിട്ട് പറയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അങ്ങനെ കോൺഗ്രസും ഇടതുപക്ഷവും SDP-യും ചേർന്നുള്ള ഒരു ഭീകര സഖ്യം ഇതാ വീണ്ടും ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ പോകുന്നു. പുറമേ ഞങ്ങളെല്ലാവരും ശത്രുക്കളാണ്, ഞങ്ങൾ ഭീകരതയ്ക്ക് എതിരാണ് എന്ന് പറയുമ്പോൾ രഹസ്യമായി ഇതിനകത്ത് ഒരു അന്തർധാര സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖാവായ അഭിമന്യുവിനെ ഒറ്റ കുത്തിന് കൊന്ന
പാരമ്പര്യമായാണ് ഈ SDPI PFI സംഘത്തിനുള്ളത്. എന്നാൽ ആ SDPIയും PFIയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ എത്താൻ ശ്രമിക്കാൻ യാതൊരു മടിയുമില്ല. എൻ മകനെ, ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കണ്ണുനീർ ഇവരുടെ മുകളിൽ ഒരു ശാപമായി മാറും. എന്തായാലും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നതായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും ആ അമ്മയുടെ, ആ മകൻ്റെ ശാപം നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്തരത്തിൽ അവൻ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചു, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഹോമിച്ചു. ആ സ്വന്തം ജീവിതം ഹോമിച്ചവർക്ക് വേണ്ടി അവരുടെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നത് പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും മറന്നുകൂടാത്ത, ഒരുപക്ഷെ സഖാക്കൾ മറന്നുകൂടാത്ത ഒരു കാര്യം. SDPIയുടെ പിന്തുണയോടുകൂടി SDPI പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യാതൊരു മടിയും ഉളുപ്പുമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പേ മാദിനിക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന്, അതായത് VS അച്യുതാനന്ദൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാത്ത പിണറായി വിജയൻ മാദിനിക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കാൻ തനിക്ക് ഒരു ഉളുപ്പുമില്ല, തനിക്കൊരു മര്യാദയും ഇല്ല എന്ന് അന്നേ തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മാതൃകയിൽ തന്നെയാണ് വേങ്ങരയിൽ ഇപ്പോഴുള്ള ഒരു പിന്തുണ എന്നത്. മറുഭാഗത്ത് VD സതീശനും അതുപോലെ തന്നെയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം പോലുള്ള സ്ഥാനാർത്ഥികളടുത്തൊക്കെ ഈ PFIയുടെ പിന്തുണ, SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും മിണ്ടാട്ടം ഉണ്ടായില്ല. പ്രത്യേകിച്ചും ഷാഫിയെ പോലുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾ തന്നെയാണ് ഷാഫി. ആ രീതിയിൽ ആരോട് കൂടി ചേർന്ന് നിൽക്കുവാനും മടിയില്ല, പ്രത്യേകിച്ച് SDPIയോടും ജമാഅത്തെ ഇസ്ലാമിയോടും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് തമിഴ്നാട്ടിൽ ഈ രീതിയിൽ DMKയും SDPIയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ ഒന്നായി തീർന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇലക്ഷൻ എല്ലാവരുടെയും കള്ളി പുറത്തു കൊണ്ടുവന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.